നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പുകളിലും CPM-ന് കൈപൊള്ളും എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നിയമസഭയിൽ വെറും 35 സീറ്റുകൾ മാത്രമായി ഇടതുപക്ഷം ഒതുങ്ങുകയാണ്. രാജ്യസഭാ ഒഴിവുകളിലേക്ക് തങ്ങളുടെ പ്രതിനിധികളെ വിജയിപ്പിച്ചെടുക്കുക എന്നതിൽ CPM വിറയ്ക്കും, LDF വിറയ്ക്കും എന്ന് വേണം മനസ്സിലാക്കാൻ. 3 ഒഴിവുകൾ വരുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഒരംഗത്തെ വിജയിക്കാൻ കുറഞ്ഞത് 36 MLA-മാരുടെയെങ്കിലും പിന്തുണ വേണം എന്നാണ് കണക്ക്. എന്നാൽ നിലവിൽ 35 അംഗങ്ങൾ മാത്രമുള്ള ഇടതുപക്ഷത്തിന് ഒരംഗത്തെ പാർലമെന്റിന്റെ ഉപരസഭയിലേക്ക് അയക്കണമെങ്കിൽ പോലും മറ്റ് പാർട്ടികളുടെ സഹായം തേടേണ്ടി വരുന്ന അതീവ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതേസമയം 102 MLA-മാരുള്ള UDF-ന് വരും വർഷങ്ങളിൽ രാജ്യസഭയിൽ വലിയ നേട്ടമുണ്ടാകും എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. 2027-ലും 2028-ലുമായി കേരളത്തിൽ 6 രാജ്യസഭാ സീറ്റുകളാണ് ഒഴിവുണ്ടാകുന്നത്. ഓരോ വർഷവും 3 ഒഴിവുകൾ വീതം വരുന്ന ഈ തെരഞ്ഞെടുപ്പുകളിൽ മുഴുവൻ സീറ്റുകളും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDF തൂത്തുവാരാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കൂടുതൽ എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, ഈ നേരത്തെ പറഞ്ഞ പോലെ ആകെ അംഗബലത്തെ ഒഴിവ് വരുന്ന സീറ്റുകളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിനാവശ്യമായ കുറഞ്ഞ വോട്ടുകൾ നിശ്ചയിക്കുന്നത്. ഇതനുസരിച്ച് 3 ഒഴിവുകൾ വരുമ്പോൾ 36 പേരുടെയും 2 ഒഴിവുകൾ വരുമ്പോൾ 47 പേരുടെയും പിന്തുണ വേണം എന്നാണ് കണക്ക്. കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാംഗങ്ങളായ PV അബ്ദുൽ വഹാബ്, B ശിവദാസൻ, ജോൺ ബ്രിട്ടാസ് എന്നിവരുടെ കാലാവധി അടുത്ത വർഷം ഏപ്രിൽ 20-ന് അവസാനിക്കും. ഈ ഒഴിവുകളിൽ നിലവിലുള്ള സാഹചര്യത്തിൽ ഒരാളെ പോലും ജയിപ്പിക്കാൻ LDF-ന് CPM-ന് കഴിയില്ല എന്നുള്ളത് വലിയ രാഷ്ട്രീയ തിരിച്ചടിയാണ്. 2028-ൽ കാലാവധി പൂർത്തിയാക്കുന്ന AA റഹീം, ജബി മേത്തർ, P സന്തോഷ് കുമാർ ഇന്ന് നമ്മൾ മനസ്സിലാക്കണം, 4ഓളം അംഗങ്ങളുടെ കാലാവധി രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി ഇടതുപക്ഷത്ത് നിന്ന് ഈ 2027-28 സമയത്ത് ഇല്ലാതാകും. നമുക്കറിയാം, ലോക്സഭയിൽ അവർക്കുള്ള MP-മാരുടെ എണ്ണം രാജ്യസഭയിൽ കൂടി MP-മാർ കുറയുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.